ഹായ് എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വയറിംഗ് ആണ്. അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. The type of wiring to be adopted is dependent on the various factors. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വയറിംഗ്, ഏതൊരു ടൈപ്പ് വയറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമ്മളിത് ചെയ്യണത്, ഈ വയറിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഏതാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഡ്യൂറബിലിറ്റി, എത്ര കാലത്തേക്കാണ് ഇത് ചെയ്യുന്നത്. സേഫ്റ്റി, എത്ര കണ്ട് സേഫ്റ്റി ആവശ്യമുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് അതിനനുസരിച്ചിരിക്കും. അപ്പിയറൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കണം. നമുക്കത് താൽക്കാലിക ആവശ്യത്തിനാണെങ്കിൽ അപ്പിയറൻസും നമ്മൾ അത്ര കാര്യമായിട്ട് നോക്കില്ല. പക്ഷെ നമ്മളൊരു ഹൗസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പിയറൻസ് അത്യാവശ്യം നല്ലതായിട്ടിരിക്കണം. സോ അതിന് രീതിയിലുള്ള ടൈപ്പ് ഓഫ് വയറിങ് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ കോസ്റ്റ്, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ്, കൺസ്യൂമർ എത്ര ബഡ്ജറ്റിനുള്ളിൽ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈപ്പ് ഓഫ് വയറിങ് സെലക്ട് ചെയ്യാറുള്ളത്. The following are the types of internal wiring used in the domestic installations. ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻസിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് വയറിങ് താഴെ പറയുന്നതാണ്. ഫസ്റ്റ് വൺ, ക്ലീറ്റ് വയറിങ്. ടെമ്പററി ആവശ്യങ്ങൾക്ക്, താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇത് ക്ലീറ്റ് വയറിങ്. ദ നെക്സ്റ്റ് വൺ, CTS ഓർ TRS ബാറ്റൺ വയറിങ്. CTSൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പം ക്യാപ് ടയർ ഷീത്ത്, ഓർ TRS എന്ന് പറയുമ്പം ടഫ് റബ്ബർ ഷീത്ത്, ബാറ്റൺ വയറിങ് ആണ്. ദെൻ മെറ്റൽ ഓർ PVC കോൺഡ്യൂട്ട് വയറിങ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഓർ PVC കോൺഡ്യൂട്ട് വയറിങ്. അത് സർഫസ് മൗണ്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്ററിൽ വാളിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ടും കവർ ചെയ്തിട്ടുള്ളതായിട്ടും വരാം. ദെൻ PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിങ്. ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിങ്. ഫസ്റ്റ് വൺ, ക്ലീറ്റ് വയറിങ്. ഓരോന്നായിട്ട് നോക്കാം. ക്ലീറ്റ് വയറിങ് എന്ന് പറയുമ്പം ദിസ് സിസ്റ്റം യൂസസ് ഇൻസുലേറ്റഡ് കേബിൾസ് സപ്പോർട്ടഡ് ഇൻ ദ പോർസിലൈൻ ക്ലീറ്റ്സ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കേബിൾസ് ആണ്. ഈ കേബിൾസിന് എന്ത് ചെയ്ത് പോർസിലൈൻ ക്ലീറ്റുകൾ, ക്ലീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലിപ്പ് പോലത്തെ സ്ട്രക്ചറാണ്. താഴത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. 2-വേ ക്ലീറ്റും അതുപോലെ 3-വേ ക്ലീറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് പോലത്തെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കേബിൾസിനെ സപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടെമ്പററി വയറിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് സാധാരണ ക്ലീറ്റ് വയറിങ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. These cleats are made in the pairs having bottom and top halves. ഇത് പെയറായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു ബോട്ടം ഹാഫ് ഉണ്ടാവും, അതുപോലെ ഒരു ടോപ്പ് ഹാഫ് ഉണ്ടാവും. ഈ ബോട്ടം ഹാഫ് നമ്മൾ വാളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ സീലിങ്ങിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനകത്ത് ഒരു കുഴിഞ്ഞിട്ടുള്ള പോർഷൻ നമുക്ക് ആ ഫിഗറിനകത്ത് കാണാം. ആ പോർഷനിലൂടെ എന്ത് ചെയ്യും, അതിനെയാണ് നമ്മൾ ഗ്രൂവ്സ് എന്ന് പറയുക. ഈ ഗ്രൂവ്സിലൂടെ നമ്മൾ കേബിളിനെ കടത്തിവിടും. ബോട്ടം ഹാഫ് ഈസ് ഗ്രൂവ്ഡ് ടു റിസീവ് ദ വയർ ആൻഡ് ദ ടോപ്പ് ഹാഫ് ഈസ് ഫോർ കേബിൾ ഗ്രിപ്പ്. ബോട്ടം ഹാഫിന് ആ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എന്തിനാണ്, അതിലൂടെയാണ് നമ്മൾ കേബിളിനെ റൺ കൊടുക്കുന്നത്, കേബിളിനെ വലിക്കുന്നത്. അതിൻ്റെ മേലെ അതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് ഗ്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പർ ഹാഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ടോപ്പ് ഹാഫ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ടോപ്പ് ഹാഫിനെയും അപ്പർ ഹാഫിനെയും ബോട്ടം ഹാഫിനെയും കൂടെ ഒരുമിച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ 2-വേ ക്ലീറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഫേസ് കണക്ഷനാണ്, അല്ലെങ്കിൽ DC കണക്ഷനൊക്കെയാണ് നമ്മൾ സാധാരണ 2-വേ ക്ലീറ്റ് യൂസ് ചെയ്യാറുള്ളത്. 2 വയർ മാത്രം വരുന്ന കേസിൽ. 3-വേ ക്ലീറ്റ് എന്ന് പറയുമ്പോൾ 3 ഫേസൊക്കെ വരുന്ന കേസിലൊക്കെ 3-വേ ക്ലീറ്റ് യൂസ് ചെയ്യാറുണ്ട്. ചീപ്പസ്റ്റ് വയറിംഗ് കൺസിഡറിങ് ദ ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് ലേബർ. ഇനീഷ്യൽ കോസ്റ്റും അതിൻ്റെ ലേബർ ചാർജും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വയറിംഗ് ആണ് ക്ലീറ്റ് വയറിംഗ്. മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ടെമ്പററി വയറിംഗ്. ടെമ്പററി വയറിംഗ് താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീറ്റ് വയറിംഗിൽ ചെയ്താൽ മതിയാവും. ആൻഡ് ദിസ് വയറിംഗ് ക്യാൻ ബി ക്വിക്ക്ലി ഇൻസ്റ്റാൾഡ്, ഈസിലി ഇൻസ്പെക്റ്റഡ് ആൻഡ് ഓൾട്ടേഡ്. ഇതാകുമ്പോഴുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്പെക്ഷനും ദെൻ അതിനകത്ത് ഓൾട്രേഷൻ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. When not required, this wire should be dismantled without damage to the cables, cleats and accessories. ഇനിയിപ്പോൾ നമുക്ക് ഈ വയറിങ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്ത് കളയാനും വളരെ എളുപ്പമാണ്. അങ്ങനെ ഡിസ്മാൻറ്റിൽ ചെയ്ത് കളയുവാണെങ്കിൽ തന്നെ ആ ക്ലീറ്റിനോ കേബിളിനോ മറ്റുള്ള ആക്സസറീസിനോ ഒന്നും ഒരു കേടുപാടുകളും സംഭവിക്കാതെ തന്നെ നമുക്കത് ഡിസ്മാൻറ്റിൽ ചെയ്ത് കളയാൻ സാധിക്കും. ദ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് CTS ഓർ TRS ഓർ ബാറ്റൺ വയറിങ്. ഇൻസുലേറ്റഡ് വയേഴ്സ് ആർ റൺ ത്രൂ ദ സ്ട്രെയിറ്റ് ടീക്ക് വുഡ് ബാറ്റൺസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടീക്ക് വുഡിൻ്റെ
ബാറ്റൻസ് ആണ്. ആ ബാറ്റൻസ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, വാളിൽ ഫിക്സ് ചെയ്യും. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ബാറ്റൻസ് ആദ്യമേ വാളിൽ ഫിക്സ് ചെയ്യും. ആൻഡ് ദ ബാറ്റൻസ് ആർ ഫിക്സ്ഡ് ഓൺ ദ വാൾസ് ഓർ സീലിംഗ്സ് ബൈ പ്ലഗ്സ് ഓർ സ്ക്രൂസ്. പ്ലഗ് അല്ലെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്റൻ എന്ത് ചെയ്യുന്നത്, വാളിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ദ കേബിൾസ് ആർ ഫിറ്റഡ് ഓൺ ടു ദ ബാറ്റൻസ് യൂസിങ് ടിൻഡ് ബ്രാസ് ലിങ്ക് ക്ലിപ്സ്. ടിൻഡ് ബ്രാസ് ലിങ്ക് ക്ലിപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കേബിൾസിന് ആ ബാറ്റൻ, വുഡൻ ബാറ്റൻ ആദ്യം വാളിലേക്ക് ഫിക്സ് ചെയ്യും. ഈ വുഡൻ ബാറ്റിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കേബിൾസിന് ലൈൻ ബൈ ലൈനായിട്ട് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആയിട്ട് കേബിൾസിനെ ഒരുമിച്ച് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചത് ഇത് കാണാം. അപ്പം ടിൻഡ് ബ്രാസ് ലിങ്ക് ക്ലിപ്സ് ആണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇതും സിമ്പിളാണ്, ചീപ്പാണ്, പുറമേക്ക് അപ്പിയർ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ടേക്ക് ലെസ് ടൈം ടു ഇൻസ്റ്റാൾ. കോൺഡ്യൂട്ടിൻ്റെ ഉള്ളിലൂടെ ഒന്നും വലിക്കുന്നതല്ല, പുറമെ ഫിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. മെയിൻലി യൂസ്ഡ് ഫോർ ദ ഇൻഡോർ ഇൻസ്റ്റാളേഷൻസ്. ഇവിടെ കേബിൾസൊക്കെ എന്താണ്, എക്സ്പോസ്ഡ് ആണ്. എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ഇൻഡോർ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഉള്ളിൽ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഇൻസ്റ്റാളേഷൻസിനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പുറത്തേക്ക് അതത്ര സ്യൂട്ടബിൾ അല്ല. ദ നെക്സ്റ്റ് വൺ, മെറ്റൽ PVC ഓർ കോൺഡ്യൂട്ട് വയറിംഗ്. നമ്മുടെ മെറ്റൽ ഓർ PVC കോൺഡ്യൂട്ട് വയറിംഗ് നമ്മുടെ വീടിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. സെയിം ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു PVC കേബിൾ PVC കോൺഡ്യൂട്ടിലൂടെ വയറുകൾ വലിച്ചിട്ടുള്ള സിസ്റ്റമാണ്. ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ ദ സർഫസ് ഓഫ് ദ വാൾസ് ബൈ മീൻസ് ഓഫ് ദ സാഡിൽസ് ഓർ പൈപ്പ് ഹൂക്സ് ഓർ ബറീഡ് അണ്ടർ പ്ലാസ്റ്റർ. നമുക്ക് എങ്ങനെയാണ് ചെയ്യാറുള്ളത്, വാളിൻ്റെ മേലെ നമ്മൾ സാഡിൽസ് അല്ലെങ്കിൽ പൈപ്പ് ഹൂക്സോ വെച്ചിട്ട് അതിനെ കോൺഡ്യൂട്ടിനെ ഫിക്സ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചുമരിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ടും വരാറുണ്ട്. PVC cables are drawn into it by means of a GI wire of size about 18 SWG. വയറുകൾ വലിക്കാൻ വേണ്ടി നമ്മൾ കേബിൾസിനെ കോൺഡ്യൂട്ടിൻ്റെ ഉള്ളിലൂടെ വലിക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്യാറുള്ളത്, 18 SWGൻ്റെ ഒരു GI വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേബിൾസിനെ വലിക്കാറുള്ളത്. The conduit should be electrically and mechanically continuous and connected to earth at some suitable points. ഈ കോൺഡ്യൂട്ട്സ് എന്തെങ്കിലും കോൺഡ്യൂട്ട്സിനെല്ലാം ഇലക്ട്രിക്കലിയും മെക്കാനിക്കലിയും അത് കണ്ടിന്യൂസ് ആണ്. അതായത് ഇറ്റ്സ് കണക്റ്റഡ് ടു ദ എർത്ത് അറ്റ് സ്യൂട്ടബിൾ പോയിൻറ്റ്സ്. പ്രോപ്പറായിട്ടുള്ള പോയിൻറ്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനെ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ നെക്സ്റ്റ് വൺ, നാലാമത്തെ കേസ് പറയുന്നത് PVC കേസിംഗ് ഓർ കേപ്പിംഗ് വയറിങ്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സംഭവം കേസിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസുലേറ്റഡ് വയേഴ്സിനെ കടത്തി വിടുക. എന്നിട്ട് അതിന് അതേ പോർഷൻ റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് പോലെയുള്ള കേസിംഗ് ആണ്. അതുപോലെ തന്നെ അതിനെ കവർ ചെയ്ത് വരുന്ന ഒരു ബോക്സ് പോലെ അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന കേപ്പിംഗ് സിസ്റ്റം ഉണ്ടാവും, ക്യാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസിങ്ങും ഒരു ക്യാപ്പിങ്ങും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇറ്റ് ഷേപ്സ് ലൈക്ക് എ റെക്റ്റാങ്കുലർ സ്ട്രിപ്പ്. ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നൊരു മെത്തേഡാണിത്. ഗ്രൂവ്സ് ആർ മെയ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കേസിങ്ങിൻ്റെ സർഫസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്രൂവ്സ് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അവൈലബിൾ ഇൻ 2-way ഓർ 3-way ഡിസൈൻ. ഇതും അവൈലബിൾ 2-way ഡിസൈനിലോ 3-way ഡിസൈനിലോ അവൈലബിൾ ആയിരിക്കും. ദെൻ വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ അല്ലെങ്കിൽ VIR റബ്ബർ കേബിൾസ് ഓർ PVC കേബിൾസ് ആർ used and caping is fitted on the casing and screwed. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കേസിങ് വെച്ചു, കേസിങ്ങിലെ ഗ്രൂപ്പ്സിലൂടെ നമ്മൾ കേബിൾസിനെ കടത്തി വിട്ടു, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ക്യാപ്പിംഗ് ഇട്ട് കൊടുത്തിട്ട് അതിനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറ്. നെക്സ്റ്റ് വൺ, കോഡ് ഗ്രിപ്പ് ആൻഡ് അണ്ടർ റിട്ടേഴ്സ് നോട്ട്. അത് when a lamp or lamp with its shading is hung from the ceiling, the flexible cable connected to the lamp holder is subjected to mechanical stress due to the weight of the lamp shade and the lamp. എന്താ പറയുന്നത്, നമ്മളൊരു ലാമ്പോ അല്ലെങ്കിൽ ഒരു ലാമ്പിൻ്റെ ഷെയ്ഡോ നമ്മൾ സീലിംഗ് നിന്നൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ അങ്ങനെ തൂക്കിയിടുന്ന ബൾബുകൾ ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ലാമ്പിന് ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ലാമ്പുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നമ്മൾ സീലിംഗ് ലൈറ്റുകളൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ തൂങ്ങിക്കിടക്കുന്ന ഫ്ലെക്സിബിൾ കേബിളിൻ്റെ മേലെ ലാമ്പ് ഹോൾഡറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെയിറ്റ് വന്നിട്ട് അതിന് മെക്കാനിക്കൽ സ്ട്രെസ്സ് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലാമ്പ് ഷെയ്ഡിൻ്റെയും ലാമ്പിൻ്റെയും എല്ലാം വെയിറ്റ് വന്ന് ആ കണക്ട് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ കേബിളിൽ മെക്കാനിക്കൽ സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ട്. If the stress is not removed, the cable connection may come out of the terminals and results in the shock hazards. ഇനിയിപ്പോൾ നമ്മൾ ആ സ്ട്രെസ്സ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സമയത്ത് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതവിടെ കിടന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയും അതുപോലെ ആടിക്കളിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ടെർമിനൽസിൽ കൂടുതലായിട്ട് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഷോക്ക് ഹസാർഡ്സ്.
ദ കേബിൾ കണക്ഷൻ മേ കം ഔട്ട് ഓഫ് ദി ടെർമിനൽസ്. ആ ടെർമിനൽസിൽ നിന്ന് കേബിൾ കണക്ഷൻ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായിരിക്കും അത് ഷോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. To relieve the strain from the terminals of the pendants, lamp holders and their ceiling roses, a cord grip or an underwriter's knot is used. ഈ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ടെർമിനൽസിൽ പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെൻഡൻസിൻ്റെ, ലാംപ്സിൻ്റെ അല്ലെങ്കിൽ സീലിംഗ് റോസസ് എന്നൊക്കെയുള്ള സ്ട്രെയിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ടെർമിനൽസിന് സ്ട്രെയിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കോഡ് ഗ്രിപ്പ് അല്ലെങ്കിൽ അണ്ടർറിറ്റേഴ്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ അണ്ടർറിറ്റേഴ്സ് നോട്ട്. അണ്ടർറിറ്റേഴ്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ട്വിസ്റ്റഡ് ട്വിൻ കോർ ഫ്ലെക്സിബിൾ കേബിൾ ആണ് എന്നുണ്ടെങ്കിൽ, രണ്ട് വയർ ഒരുമിച്ചുണ്ടെങ്കിൽ ട്വിൻ കോഡ് കേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ തമ്മിൽ കൂട്ടി പിരിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ ടൈ ചെയ്തിട്ടോ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. എ നോട്ട് ഈസ് മെയ്ഡ് ഓൺ ദ ട്വിൻ ട്വിസ്റ്റഡ് ഓർ ട്വിൻ കോർ ഫ്ലെക്സിബിൾ കേബിൾ ഇൻസൈഡ് ദി ആക്സസറീസ് ക്യാപ് കവർ. അപ്പോൾ ആക്സസറീസിൻ്റെ ക്യാപ് കവറിൻ്റെ അകത്ത്, ഇപ്പോൾ ക്യാപ്പിന് ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ പുറത്തേക്കായിട്ടാണ് നമ്മൾ ഈ കേബിൾ വലിച്ചിട്ടുള്ളതെങ്കിലും ആ ഹോളിൻ്റെ അകത്തായിട്ട് ഇതുപോലെ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു കെട്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആടിക്കളിക്കുന്ന ഒരു ചാൻസ് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ കോഡ് ഗ്രിപ്പ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അതൊരു ഒരു പാർട്ട് തന്നെയാണ്. ആ ഒരു ഹോൾഡറിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ എക്സ്ട്രാ ഫിക്സ് ചെയ്യുന്നൊരു പാർട്ടാണ്. ഇൻ സം ഓഫ് ദി electrical accessories like lamp holders, appliances, connectors and plug pin tops etc. a cord grip arrangement is provided. അപ്പോൾ അങ്ങനെയുള്ള ലാമ്പ് ഹോൾഡേഴ്സിലൊക്കെ അല്ലെങ്കിൽ അപ്ലയൻസിൻ്റെ കണക്ടേഴ്സിലൊക്കെ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലാമ്പ് ഹോൾഡറിലൊക്കെ ഇപ്പോൾ എന്ത് വരാറുണ്ട്? കോഡ് ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു പോർഷൻ കൂടെ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വരാറുള്ളത്. ഇതാകുമ്പം ആ വയറിനെ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചോളും. ടെർമിനൽസ് അങ്ങനെ വിട്ടുപോകാനോ ടെർമിനൽസിൻ്റെ അകത്ത് നിന്ന് കേബിൾ വിട്ടു വരാനോ ഉള്ള ചാൻസ് ഇവിടെ ഒഴിവാകും. ദീസ് ആർ എൻ എഫക്റ്റീവ് മീൻസ് ഓഫ് റിലീവിങ് ദ ടെർമിനൽസ് ഫ്രം സ്ട്രെയിൻ ഡ്യൂ ടു പുള്ളിങ് ഓർ ട്വിസ്റ്റിംഗ് ഓഫ് ദി കോഡ്. അപ്പോൾ ഈ കോഡ് പുള്ള് ചെയ്യാനോ വലിഞ്ഞു പോകാനോ അതുപോലെ അതിന് അവിടെ കിടന്ന് ട്വിസ്റ്റ് ചെയ്യാനോ തിരിഞ്ഞോ മറിയോ അതുപോലെ പിരിയോ ഒക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള കോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്.